മദിരാശി കേരള സമാജം മുൻ ജനറൽ സെക്രട്ടറി തലശ്ശേരി രാഘവന്റെ കുടുംബം ഇനി ചെന്നൈ മലയാളികളുടെ സ്നേഹത്തണലിൽ. മദിരാശി കേരള സമാജം നിർമ്മിച്ച വീടിന്റെ താക്കോൽ ഗോകുലം ഗോപാലൻ കുടുംബത്തിന് കൈമാറി. പള്ളൂർ പന്തക്കൽ റോഡിൽ മുത്തപ്പൻ ബസ് സ്റ്റോപ്പിനടുത്ത് രാഘവന്റെ ഭാര്യ മല്ലികയുടെ നെടുമ്പ്രത്തെ സ്ഥലത്താണ് വീട് നിർമ്മിച്ചത്. ടൈൽസ് പതിക്കൽ ഉൾപ്പെടെയുള്ള അവസാനഘട്ട പ്രവൃത്തിയാണ് ഇനി ബാക്കി. മദിരാശി കേരള സമാജം അംഗങ്ങൾക്കൊപ്പം മേഴ്സി കോപ്സ് എന്ന ചാരിറ്റി സംഘടനയും ഈ സതുദ്യമത്തിൽ പങ്കാളികളായി. മദിരാശി കേരള സമാജം ചെയർമാൻ ഗോകുലം ഗോപാലൻ, മുഖ്യ രക്ഷാധികാരി ഡോക്ടർ AV അനൂപ്, മെഡിമിക്സ് പ്രസിഡന്റ് M ശിവദാസൻ പിള്ള, ജനറൽ സെക്രട്ടറി T അനന്തൻ, വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KV വിശ്വമോഹനൻ എന്നിവർ താക്കോൽ കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു. മദിരാശി കേരള സമാജത്തിന്റെ അമരക്കാരനായി ദീർഘകാലം പ്രവർത്തിച്ച തലശ്ശേരി രാഘവൻ ദേശാഭിമാനിയുടെ മദിരാശി ലേഖകനായും ഏതാനും വർഷം പ്രവർത്തിച്ചു. കേരളം കാതോർത്ത വാർത്തകൾ ദേശാഭിമാനിയുടെ ആദ്യകാല വായനക്കാർക്ക് സുപരിചിതനാണ് തലശ്ശേരി രാഘവൻ. മദിരാശി വിശേഷങ്ങൾ വായനക്കാർ അറിഞ്ഞത് രാഘവന്റെ മദിരാശി കത്തിലൂടെയാണ്. 60കളുടെ ആദ്യം ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ജോലി ലഭിച്ച് മദ്രാസിലേക്ക് പോയതാണ് കോടിയേരി ഈങ്ങൽപെടികയിലെ പുത്തൻപുരയിൽ രാഘവൻ. ജോലിയിൽ ചേർന്നെങ്കിലും 2 വർഷം തികയും മുമ്പ് കമ്മ്യൂണിസ്റ്റ് ബന്ധം ആരോപിച്ച് പിരിച്ചുവിട്ടു. പിന്നീട് ചേസൻ ആൻഡ് കമ്പനിയിൽ ഓഫീസ് മാനേജറായി. 1963 ദേശാഭിമാനിക്ക് മദിരാശി കത്തയക്കാൻ തുടങ്ങിയപ്പോഴാണ് പുത്തൻപുരയിൽ രാഘവൻ തലശ്ശേരി രാഘവനായത്. 1968 വരെ മുടങ്ങാതെ അദ്ദേഹം മദിരാശി വിശേഷങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. തലശ്ശേരി രാഘവന്റെ കാന്തവലയം നോവൽ IV ശശി സിനിമയാക്കിയിട്ടുണ്ട്. തിരക്കഥ എഴുതിയതും രാഘവനായിരുന്നു. ഇളനീർ നോവലാകട്ടെ പൊന്നും പൂവും എന്ന പേരിൽ ചലച്ചിത്രമായി. മറ്റു ചില സിനിമകൾക്കും തിരക്കഥ എഴുതി. വയലാറിന്റെ ഗാനപ്രപഞ്ചം എന്ന പഠനഗ്രന്ഥവും രചിച്ചു. മദിരാശി നഗരത്തിലെ പാവപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ച രാഘവൻ CPIM മദിരാശി ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. ദേശാഭിമാനി 50ാം വാർഷികം കേരള സമാജത്തിൽ ആഘോഷിച്ചത് തലശ്ശേരി രാഘവന്റെ നേതൃത്വത്തിലായിരുന്നു. 2023 ഫെബ്രുവരി 3-നാണ് അന്തരിച്ചത്. സമാജത്തിൽ ഇവിടെ സെക്രട്ടറി അനന്തനുണ്ട്, എൻ്റെ പ്രസിഡന്റ് ശിവദാസൻ പിള്ളയുണ്ട്, ഇവിടെ നാട്ടുകാരുണ്ട്, ചന്ദ്രശേഖരൻ സാർ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരും കൂടി ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊരു മാതൃകയായിരിക്കണം. നമുക്ക് ആരും ഒരാളില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തിച്ച് ഒന്നും സമ്പാദിക്കാത്ത പോയ ഒരാള് അനാദിയായി പോകാൻ പാടില്ല എന്ന ഒരു സന്ദേശം ഇന്ന് സമൂഹത്തെ കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രക്രിയയിൽ പങ്കെടുക്കാനും എന്നാൽ സാധിക്കും സഹായങ്ങൾ ചെയ്യാനും കേരള സമാജത്തിന്റെ ചെയർമാൻ എന്ന രീതിയിൽ ചെയ്യാൻ സാധിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വീട് എല്ലാ ഐശ്വര്യസമ്പന്നമായ എല്ലാ ആളുകളുടെയും ഒരു മാതൃകയായിരിക്കണം ഈ വീട്. എൻ്റെ സഹോദരി ഇതിന്റെ നായികയായിട്ടിരിക്കുമ്പോൾ ആര് വന്നാലും അവരോടൊക്കെ സ്നേഹത്തോടുകൂടി എല്ലാവരുടെ സ്നേഹത്തോടുള്ള ഒരു ഐശ്വര്യ സമ്പത്തായിരിക്കണം ഈ വീട് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അറിയില്ലായിരുന്നു. പക്ഷെ അധ്യക്ഷ പറഞ്ഞു ഭീകരൻ. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു മനസ്സുള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല പോലീസുകാരന് പ്രവർത്തിക്കാൻ പറ്റൂ. കാരണം അവൻ ലോകത്തിലുള്ള നല്ല സത്യങ്ങളെ കണ്ടുപിടിച്ച് നല്ല കാര്യങ്ങളെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നവരെ ഭീകരത കാണിക്കുമ്പോൾ മാത്രമേ അത് അവർക്ക് നല്ല ഉദ്യോഗം വഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം അത് മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങളെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുഷ്ടചിന്താദികളെ നിശേഷം നശിപ്പിക്കുന്ന ഒന്നാണ് പോലീസിന്റെ ഡ്യൂട്ടി. അങ്ങനെയാണ് എൻ്റെ ധാരണ. അപ്പോൾ ഭീകരത നമ്മൾ പുറത്ത് കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു പ്രതീതിയുണ്ട്. ആ സ്നേഹത്തിന്റെ പ്രതീതിയാണ് ഈ വീടിന്റെ ഈ ഉദ്ഘാടന കർമ്മത്തിലും എനിക്ക് കാണാൻ സാധിക്കുന്നത്.